വൈക്കം ടി.വി. പുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. കെ.പി.സി.സി. രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ബി.ജെ.പി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെയും സമര പോരാളികളെയും മഹാത്മജിയെയും ഒക്കെ തമസ്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മഹാത്മാഗാന്ധിയെ പോലും ആക്ഷേപിക്കാനും അപമാനിക്കാനും വളരെ ബോധപൂർവമായ ഒരു ശ്രമം നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ്. ഗാന്ധിയാണ് ഈ രാജ്യത്തിന് കുഴപ്പമുണ്ടാക്കിയത്, അല്ലെങ്കിൽ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ വിഭജിക്കേണ്ടി വരില്ല എന്നുവരെയുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ രാജ്യം വിഭജിക്കാതിരിക്കാൻ അവസാന നിമിഷം വരെ വലിയ പോരാട്ടങ്ങളും ഉപവാസങ്ങളും പ്രാർത്ഥനകളും എല്ലാം നടത്തിയ ലോകം കണ്ട ഏറ്റവും വലിയ ആരാധ്യനായ യുഗപുരുഷനായിരുന്നു മഹാത്മാഗാന്ധി. സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്ന സമയത്ത് അദ്ദേഹം ബംഗാളിലെ വൈക്കം ബ്ലോക്ക് കമ്മിറ്റി അംഗം വി.ടി. സത്യജിത്തിന്റെ വസതിയിൽ നടന്ന കുടുംബസംഗമത്തിൽ കോൺഗ്രസ് ടി.വി. പുരം മണ്ഡലം പ്രസിഡന്റ് ടി.എസ്. സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ടി.വി. പുരം മണ്ഡലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് മികച്ച സംഭാവനകൾ നൽകിയ ടി.വി. പുരത്തെ മുതിർന്ന കോൺഗ്രസ് അംഗങ്ങളായ സുഭാഷ് കോച്ചന്തറ, വിജയൻ നങ്ങൂത്തറ, അംബുജാക്ഷൻ നികർത്തിൽ കോളനി, സുരേന്ദ്രൻ കരിമ്പൂഴിക്കാട്ടുതറ എന്നിവരെ ആദരിച്ചു. കൂടാതെ കോൺഗ്രസ് കുടുംബാംഗമായ ഇലഞ്ഞിത്തറ വീട്ടിൽ സുരേഷ് കുമാറിന്റെ മകൾ ബോട്ടണിയിൽ PhD കരസ്ഥമാക്കിയ ശീതൾ എസ്. കുമാറിനെ യോഗത്തിൽ അഭിനന്ദിക്കുകയും പുരസ്കാരം നൽകി അനുമോദിക്കുകയും ചെയ്തു. കെ.പി.സി.സി. ഭാരവാഹികൾ, ഡി.സി.സി. ഭാരവാഹികൾ, ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളടക്കം 100 കണക്കിനാളുകൾ കുടുംബസംഗമത്തിൽ പങ്കെടുത്തു. i4A ന്യൂസ്, വൈക്കം.